കൂലി ഡയറക്റ്റഡ് ബൈ ലോകേഷ് കനകരാജ്. ലോകേഷ് കനകരാജിൻ്റെ മുമ്പുള്ള സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ആ സിനിമകൾക്കൊക്കെ നല്ല വെൽ റിട്ടൺ ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതേപോലെ നല്ല സൗണ്ടായിട്ടുള്ള ബലമുള്ള തിരക്കഥ ഉണ്ടാവും. നല്ല കിടിലൻ ആക്ഷൻ രംഗങ്ങൾ ഉണ്ടാവും. എവിടെയും പാളിപ്പോവാത്ത രീതിയിലുള്ള സംവിധാന മികവുണ്ടാവും. നല്ല കിടിലൻ മ്യൂസിക് ഉണ്ടാവും. ഇതിൽ ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം കൂലിയിലും ഉണ്ടെന്ന് വേണേൽ പറയാം. ആ ഒരെണ്ണം മിസ്സിങ് എന്താണെന്നല്ലേ, അത് സൗണ്ടായിട്ടുള്ള തിരക്കഥയാണ്. രജനീകാന്തിനെ LCUലേക്ക് കൊണ്ടുവരുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. ലോകേഷ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും മാധ്യമങ്ങളും പപ്പരാസികളും അതേപോലെ ഫാൻസും എല്ലാവരും പറയുന്നത് അവസാനം ഇങ്ങനെയും LCUലേക്ക് എടുക്കുന്നതായിരുന്നു. പക്ഷേ LCUലേക്ക് എടുത്തിട്ടൊന്നുമില്ല. അത് ലോകേഷ് പറഞ്ഞ പോലെ തന്നെ അവിടെ ഇത് വേറെ തന്നെ ഒരു ട്രാക്കിലാണ് പോയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു എനിക്ക് തോന്നിയൊരു കല്ലുകടി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തിരക്കഥയാണ്. നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്, നല്ല കിടിലൻ ക്യാരക്ടേഴ്സ്. ഈ ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കൂട്ടത്തിൽ അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മേഖലയായിരുന്നു തിരക്കഥ. അവിടെ ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ ഒരു പങ്കപ്പാടിലായിരിക്കണം തിരക്കഥ എന്തൊക്കെയോ കണക്ഷൻ ഇല്ലാതെ പോയ പോലെ തോന്നി. അത് മാത്രമാണ് ഞാൻ ഈ സിനിമയ്ക്ക് കണ്ടിട്ടുള്ള ഒരു നെഗറ്റീവ്. അത് നെഗറ്റീവ് ആവില്ലായിരുന്നു മറ്റാരെങ്കിലും ആണത് ചെയ്തത് എന്നുണ്ടെങ്കിൽ. കാരണം ലോകേഷ് കനകരാജിൻ്റെ ഒരു സിനിമ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ആ ലെവലിലാണ് നമ്മളെല്ലാവരും അതിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതിനെ നോക്കിക്കാണുക. അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് സിനിമകൾ ഒരെണ്ണം പോലും നമുക്ക് മോശം അയ്യേ എന്ന് പറയാൻ, ലിയോയിലുള്ളൊക്കെ ചില ഫൈറ്റ് രംഗങ്ങളൊക്കെ ഇച്ചിരി ഷോക്കായിരുന്നു എന്നുണ്ടെങ്കിലും ലിയോ സിനിമ ഗംഭീര പടമായിരുന്നു. അതിൻ്റെ ഫ്ലാഷ് ബാക്കുകളായാലും ഇതൊക്കെ ആയാലും ഗംഭീരമായിരുന്നു. പക്ഷേ ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഈ എത്രയോ വില്ലന്മാരുടെ അതിപ്രസരമാണ് ഇതിൽ. ഒരു ജനറേഷൻസ് ഓഫ് വില്ലൻസാണ്. പിന്നെ അതായത് അച്ഛൻ വില്ലൻ, മക്കൾ വില്ലന്മാർ, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ പോക്ക് പോണത്. അപ്പോൾ അതും പലരും പല ടൈപ്പ് ഓഫ് വില്ലന്മാരാണ്. അങ്ങനെയൊക്കെ കൂടുതൽ അതിലേക്ക് പറയുമ്പോൾ സ്പോയിലറായി പോകും. സിനിമ ആകെ മൊത്തം ടോട്ടലി എനിക്ക് ഈ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫാൻറ്റാസ്റ്റിക് സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടുള്ളത്. കാരണം ഇതിലത്തെ ഓരോ ക്യാരക്ടേഴ്സ്, എസ്പെഷ്യലി നമ്മുടെ സൗബിൻ ഷാഹിർ, മലയാളത്തിൽ നിന്ന് അവിടേക്ക് പോയിട്ട് ദയാൽ എന്ന് പറയുന്ന ഒരു ദയയില്ലാത്ത കൊടൂര വില്ലൻ. പുള്ളി ഡാൻസിൽ മാത്രമൊന്നുമല്ല, പുള്ളി ആക്ടിങ്ങിലും പൊളിച്ചടുക്കിയിട്ടുണ്ട്. പുള്ളിക്കുണ്ടായിരുന്ന സ്ക്രീൻ സ്പേസ് നമ്മളൊരു പോയിന്റിൽ പുള്ളി തീർന്നോ എന്ന് വിചാരിക്കും. പക്ഷേ അവിടെ തുടങ്ങുമായിരുന്നു. സ്പോയിലറായി പോലെ വാട്ടെവർ ഇറ്റ് ഈസ്. നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അത് ഭീകരമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് വന്നിട്ടുള്ള ക്യാരക്ടർ ഞെട്ടിച്ച ക്യാരക്ടറായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ട്വിസ്റ്റുമായിരുന്നു അത്. പിന്നെ പറയുന്ന സമയത്ത് എനിക്ക് നാഗാർജുനനെ എനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം പുള്ളിക്ക് ഇതിനകത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലാത്ത പോലെയൊക്കെ തോന്നി. ഓക്കെ, വില്ലനാണ്, ഇവന്മാരുടെ നേതാവാണ്. പക്ഷേ ആ ഒരു സ്ക്രീൻ പ്രസൻസൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ പുള്ളിക്കൊരു ഇമ്പാക്റ്റ് കുറച്ചും കൂടെ ഒക്കെ കൊടുക്കായിരുന്നു എന്ന് തോന്നി. പിന്നെ കാരണം അവസാനം വന്നിട്ടുള്ള ആമിർ ഖാൻ അടക്കം കിടിലൻ സാധനമായിരുന്നു. എനിക്ക് ആകെ ഇങ്ങനെ രോമാഞ്ചം വന്നൊരു സീൻ ആമിർ ഖാൻ വന്ന സീനായിരുന്നു. പേഴ്സണലി ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, അതുകൊണ്ട് അതിനങ്ങനെ തന്നെ കണ്ടാൽ മതി. പക്ഷേ നാഗാർജുന കുറച്ചും കൂടെ ഒക്കെ ഒരു സ്ക്രീൻ സ്പേസ് പുള്ളിക്കാരന് കൊടുക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ഉപേന്ദ്രയുടെ സീനൊക്കെ ഒരു രക്ഷയില്ലാത്തായിരുന്നു. ഉപേന്ദ്രൻ്റെയൊക്കെ വരവന്നെ എമ്മാതിരിയായിരുന്നു എന്നാ. പിന്നെ ആസ് യൂഷ്വൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, രജനീകാന്ത് പുള്ളിയുടെ ആ ഒരു ഓറ, പുള്ളിക്ക് മാസ് കാണിക്കാൻ വലിയ സാധനമൊന്നും വേണ്ട, ഒരു സാധാ വീടിക്കുറ്റി മതി. അങ്ങനെയുള്ള ലെവലിലായിരുന്നു ഇതിൻ്റെ പുള്ളിയുടെ പെർഫോമൻസ്. പിന്നെ പടം എനിക്ക് ജയിലറുമൊക്കെ ആയിട്ടും എനിക്ക് കുറേ പടങ്ങളുമായിട്ട് സാമ്യം തോന്നി. നമ്മൾ പിന്നെ പഠാൻ കണ്ട സമയത്ത് ആ പഠാൻ സിനിമ കാണുമ്പോൾ നമുക്ക് ഇത് ആ സിനിമയാണല്ലോ, ഇത് ഈ സിനിമയാണല്ലോ എന്നുള്ള കണക്ഷൻ വരുമല്ലോ. എനിക്ക് പ്രത്യേകിച്ച് ഈ രജനീകാന്തിൻ്റെ ഇൻട്രോ എനിക്ക് ജയിലർ സിനിമയല്ലേ, ജയിലർ സിനിമയിൽ പുള്ളിക്കാരൻ്റെ ഫ്ലാഷ് ബാക്ക് ഇല്ലായിരുന്നോ, രജനീകാന്തിൻ്റെ, എനിക്ക് ആ ടൈപ്പൊക്കെ തോന്നിപ്പോയി.
സോ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ വെച്ച് വെച്ചാൽ പിന്നെ ഈ പടം അടിപൊളി തന്നെയാണ്. ലോകേഷിൻ്റെ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആണോ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരന് മാറി ചിന്തിച്ചതാണോന്ന് ഓർമ്മയില്ല. പക്ഷേ ലോകേഷിൻ്റെ ഇതിന് മുമ്പുണ്ടായിരുന്ന LCU സിനിമകളെ ഇനി LCU സിനിമകളിലെ ആ ഒരു പാറ്റേൺ ഒഴിവാക്കി മനഃപൂർവ്വം ഇങ്ങനെ ആക്കിയതാണായിരിക്കല്ലോ, എന്തായാലും വേണ്ടില്ല. ആ ഒരു ലെവൽ ഓഫ് സിനിമയായിട്ട് കൂലി എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടില്ല എന്ന് വേണം പറയാൻ. എന്ന് കരുതി കൂലി മോശം സിനിമയാണെന്നോ കൂലി തിയേറ്ററിൽ പോയി കണ്ടതോ ഒന്നല്ല. ബാക്കി എല്ലാ മേഖലകളും കിടിലനായിരുന്നു. അതിൻ്റെ ട്വിസ്റ്റുകളായിരുന്നാലും കഥാഗതിയായിരുന്നാലും ആ ഒരു ഫ്ലോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയും പോലെ നമുക്കൊരു എന്താ ഗൂസ് ബംസ് തരുന്ന സാധനങ്ങളൊക്കെ ഇച്ചിരി കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ എനിക്ക് ആ ഒരു ചാർജായി എന്ന് പറഞ്ഞ ഫീലില്ലേ അത് കിട്ടിയിട്ടുള്ളൂ. പിന്നെ മ്യൂസിക് എനിക്കൊരു അബോ ആവറേജ് എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ലോകേഷ് മറ്റേ അനിരുദ്ധ് രവിചന്ദ്രൻ്റെ ഒരു കൈൻഡ് ഓഫ് സാധനം അത്ര ഭീകരം എന്നുള്ള ഫീലൊന്നും എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടില്ല. പിന്നെ ബാക്കി ആക്ഷൻ ആയിരുന്നാലും ആക്ഷനൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ സത്യരാജിൻ്റെയും രജനിയുടെയും പഴയ കാലം കാണിക്കുന്നുണ്ട്. ആ സമയത്തുള്ള VFX കറക്റ്റ് ഒരു 90കളിലുള്ള രജനീകാന്തിനെയൊക്കെ നമുക്കിങ്ങനെ നേരിൽ കണ്ട ആ ഒരു ഫീലായിരുന്നു. എനിക്ക് ആ പണി അവർ വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ടീമിന്, അതായത് VFX ടീമിന് ഹാറ്റ്സ് ഓഫ്. എനിക്ക് ഇനിയിപ്പോൾ ഇഷ്ടപ്പെടാത്ത ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ആ ഏരിയ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇച്ചിരി പൊട്ടിയിട്ട പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ആ ഏരിയ സൂപ്പറായിരുന്നു. പിന്നെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രകടനങ്ങളിൽ ശ്രുതി ഹാസനൊക്കെ ഓക്കെ. ശ്രുതി ഹാസൻ്റെ കഥാപാത്രത്തിനൊന്നും കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല. ശ്രുതി ഹാസനെ ഒക്കെ വന്ന സമയത്ത് അവരൊക്കെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഇതിനകത്തേക്ക് കൊടുക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അതൊരു ഒരു നോർമൽ ക്യാരക്ടറായിട്ട് അങ്ങ് പോയി ശ്രുതി ഹാസൻ്റെ ക്യാരക്ടർ. അതൊരു വേണ്ട, കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും സ്പോയിലറായി പോകും. പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആമിർ ഖാൻ്റെ ലാസ്റ്റുള്ള എൻട്രി, അവിടെയാണ് ഒരു ആമിർ ഖാൻ ഫാൻ ബോയ് ആയതുകൊണ്ടാണെന്ന് ഓർമ്മയില്ല. പക്ഷേ എനിക്ക് പുള്ളിക്കാരൻ്റെ ആ ഒരു സ്വാഗും പുള്ളിക്കാരൻ്റെ ആ ഒരു ലെവൽ ഓഫ് ആക്ടിങ്ങും അതൊരു കിടിലനായിരുന്നു. അവസാനം ഞാൻ തംബ്നെയിൽ കൊടുത്തിട്ടുള്ളത് പോലെ ഒരു ഗുണ്ടാ കുടുംബത്തിൻ്റെ കഥ ആണ് ഈ സംഭവം. ഏറ്റവും അവസാനം എത്തിച്ചേരുന്നത് അങ്ങനെയാണ്. എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിനകത്തേക്ക് സ്പോയിലർസ് കയറി വരുന്നേ. അതുകൊണ്ട് കൂടുതലായിട്ട് ഇതിനങ്ങനെ വർണ്ണിക്കാനോ പിന്നെ അത് പുകഴ്ത്താനോ ഇകഴ്ത്താനോ ഒന്നും നിൽക്കുന്നില്ല. ഇത് ഒരു 3 out of 5 ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡീസൻറ്റ് ആക്ഷൻ മൂവിയാണിത്. അത്ര മികച്ച ഒരു സാധനം പ്രതീക്ഷിച്ചാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളത് നിരാശപ്പെടുത്തും. ഞാനങ്ങനെ ഭീകര പ്രതീക്ഷകളൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വലിയ ഡിസാസ്റ്ററായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഡിസാസ്റ്റർ ഒന്നുമല്ല കേട്ടോ, അയ്യോ അങ്ങനെ ഒരു വേർഡ് നാക്കുന്ന് വന്നുപോയി. ഡിസാസ്റ്റർ അങ്ങനെ ടൈപ്പൊന്നും അല്ല. നല്ല കഥയും ബേസും ഒക്കെ ഉണ്ട്. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് എവിടേക്കോ ചെറിയ പാളിച്ചകൾ പറ്റുന്നതാണ്. വീണ്ടും പറയുന്നു, സൗബിൻ ഷാഹിർ അങ്ങേർക്ക് ഇനി സൗത്തിൽ കുറച്ചും കൂടെ വാല്യൂ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇതിനു മുമ്പ് മഞ്ഞുമൽ ബോയ്സ് വന്ന സമയത്ത് പുള്ളി ഉപ്പാൻ ഹൈപ്പിലായിരുന്നു. അതിനുശേഷം പുള്ളിയെ വീണ്ടും സൗത്ത് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്യുന്ന അടുത്തൊരു ഫിലിമായിരിക്കും ഇത്. അതിൽ ഒരു രക്ഷയില്ല. ഞാൻ പറയാൻ വിട്ടുപോയി, സത്യരാജ് പുള്ളിക്കാരനും ഒരു രക്ഷയില്ലാത്തൊരു കഥാപാത്രമായിരുന്നു. പുള്ളിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. പക്ഷേ പുള്ളി ഒരു മെസ്സഞ്ചർ ടൈപ്പ്, മെസ്സഞ്ചർ എന്ന് ഉദ്ദേശിച്ചാൽ അങ്ങനെ മെസ്സഞ്ചറായിട്ടല്ല, ഈ സിനിമയിൽ വില്ലനെയും അതേപോലെ നായകനെയും കണക്ട് ചെയ്യുന്നൊരു കഥാപാത്രം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അത്ര ഭീകരം എന്നൊന്നും പറയാൻ മാത്രമുള്ള ഒരു പെർഫോമൻസോ അതിനൊന്നും പുള്ളിക്കും സ്കോപ്പില്ലായിരുന്നു. ഒരിടത്തുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷേ അതും ഒരു നോർമൽ, എനിക്കത്ര ഭീകര ഇമ്പാക്റ്റ് ഒന്നും തന്നതായിട്ട് തോന്നിയില്ല. ഏതായാലും പടം നൈസാണ്. ഇതിൽ അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റിയ കുറേ, ഇതിൽ കൂടുതൽ ഓർത്ത് വെക്കാൻ പറ്റിയ കഥാപാത്രങ്ങളൊന്നും കാര്യമായിട്ട് ഇല്ല. അതിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു കഥാപാത്രം എന്ന് പറയുന്നത് പിന്നെ സൗബിൻ്റെ വൈഫായിട്ട് വന്നിട്ടുള്ള ആ ഒരു ക്യാരക്ടറായിരുന്നു. അത് കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു. എങ്ങനെയായാലും പടം
തിയേറ്ററിൽ ഇപ്പം ഇന്ന് റിലീസായിട്ടുണ്ട് ഓഗസ്റ്റ് 14. പ്ലീസ് ഡു വാച്ച് ദ മൂവി ഇൻ തിയേറ്റേഴ്സ്. ഈ റിവ്യൂ കേട്ടിട്ട് നിങ്ങൾ സിനിമയെ വിലയിരുത്താൻ പാടില്ല. നിങ്ങളുടെ അഭിപ്രായം അത് നിങ്ങൾ സിനിമ കണ്ട് വിലയിരുത്തുന്നത് മാത്രമാണ്. റിവ്യൂവേഴ്സിൻ്റെ അഭിപ്രായം കേട്ടിട്ട് നിങ്ങൾ സിനിമ പോയി കണ്ട്, ഞാനിതൊരു റിവ്യൂ ആയിട്ട് അല്ല പറഞ്ഞത്, പറഞ്ഞു വരുമ്പോൾ റിവ്യൂ ആണെന്നുണ്ടെങ്കിലും ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. നിങ്ങൾ സിനിമ പോയി കാണുക, കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് അത് സോഷ്യൽ മീഡിയയിൽ പറയുക, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ ഇടയിൽ വന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് വിരുദ്ധ അഭിപ്രായങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. അത് മറ്റുള്ള ആൾക്കാർക്കും ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയാൻ കാരണമാകും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.